അച്ഛനെ ജയിലോട്ട് പറഞ്ഞു വിടില്ലടാ. അച്ഛനെ കള്ളനാക്കലടാ. അച്ഛാ, അച്ഛൻ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ജഡ്ജിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് ഞാൻ അച്ഛനെ പുറത്തു കൊണ്ടുവരും. ഈ വിഷ്ണുവാണ് പറയുന്നത്, വിഷ്ണുവാണ് പറയുന്നത്, വിഷ്ണുവാണ് പറയുന്നത്, വിഷ്ണുവാണ് പറയുന്നത്, വിഷ്ണുവാണ് പറയുന്നത്. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവാം. മോതിരം എടുത്തോളൂ. ആ പിള്ളേ, ആ താലി മുതൽ വെച്ചത് ബോക്സ് ഇടുന്നുണ്ടോ? അത് പോയെടുത്തുണ്ടോ? അതോടെ വെച്ചില്ലല്ലേ? ഇല്ല. ഇയാൾ പോയെടുത്തുണ്ടോ? രാഘവേട്ടാ. ആമേ, പിള്ളേ ഒന്ന് വേഗം എടുത്തോളൂ ഇങ്ങോട്ട്. അവിടെ പോയി ഇരിക്കേ നീ. ഇത് അഴിക്കണം ഇങ്ങോട്ട് വേഗം. ഇതേത് മോതിര? ഇതൊരെണ്ണല്ലേ ഉള്ളൂ? നമ്മള് 2 എണ്ണം വാങ്ങിച്ചതല്ലേ സാറേ? ഇത് നമ്മളെ ആവശ്യം മോതിരം അല്ലടോ. മോതിരം മാറിപ്പോയി. എന്നാ പിടി നോക്ക്. അയ്യോ, ഇത് നവരത്ന മോതിരമാണല്ലോ. ഇതെങ്ങനെ? മാഡം ക്ഷമിക്കണം. റിട്ടയർഡ് ജഡ്ജി മോഹനേന്ദ്രൻ സാറിന്റെ പരാതിയിൽ ഈ വീട്ടിലെ രാഘവൻ നായരെയും കൂടെ ഉണ്ടായിരുന്ന രമണൻ പിള്ളയെയും അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അറസ്റ്റ് ചെയ്യാനോ? എന്താ കാര്യം? ഇന്നലെ ജ്വല്ലറിയിൽ നിന്നും ജഡ്ജി മോഹനേന്ദ്രൻ സാർ വാങ്ങിവെച്ച നവരത്ന മോതിരം രാഘവൻ നായർ മോഷ്ടിച്ചു. അയ്യോ അയ്യോ, ജഡ്ജിയുടെ ഒഴിവാക്കാനാകാത്ത ഒരു വിവാഹ ചടങ്ങിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനായില്ല. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാതെ മറ്റു മാർഗമൊന്നുമില്ല മാഡം. ഇതാ മാഡം CCTV ഫുട്ടേജ്. ഇതെങ്ങനെ? മാഡം, അറസ്റ്റ് ചെയ്യാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മുകളിൽ നിന്നുള്ള ഓർഡറാണ്. സർ, രാഘവേട്ടന് ഓർമ്മക്കുറവുള്ളതാ, അതുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയതായിരിക്കും. മാഡം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല. സഹകരിക്കണം പ്ലീസ്. ഇതിപ്പോ അച്ഛൻ എടുത്തതാവില്ല, മാറിപ്പോയതാ. അച്ഛൻ വാങ്ങിച്ച മോതിരം ജ്വല്ലറിയിൽ ഉണ്ടാവും. ഒന്ന് അവിടെ വിളിച്ചു ചോദിച്ചാൽ സത്യം അറിയാൻ പറ്റും. മാഡം, മോഹനേന്ദ്രൻ സാറ് ആകെ ശോഭിച്ചിരിക്കുക. ഞങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മാഡം സഹകരിക്കണം. മോളെ, ഇത് തന്നെ തൊണ്ടി മുതല്. എടോ, ഇവരെ ജീപ്പിലേക്ക് കയറ്റ്. അച്ഛൻ മോഷ്ടിച്ചില്ലടാ.
അച്ഛൻ മോതിരം മേടിക്കാൻ പോയെന്ന് പറയുന്നത് സത്യമാ. പക്ഷേ അച്ഛൻ മോതിരം മോഷ്ടിച്ചല്ലടാ. മക്കളെ, ശാലിനി, അച്ഛൻ ഒന്ന് വിശ്വസിക്കും മോളെ. അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണും. എടാ മകനെ വിഷ്ണു, എടാ അച്ഛനെ ജയിലോട്ട് പറഞ്ഞു വിടില്ലടാ. അച്ഛനെ കള്ളനാക്കലടാ. അച്ഛാ, അച്ഛൻ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. ജഡ്ജിയുടെ അടുത്ത് കാര്യം പറഞ്ഞ് ഞാൻ അച്ഛനെ പുറത്തു കൊണ്ടുവരും. ഈ വിഷ്ണു ആണ് പറയുന്നത്. 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 സത്യം ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറ്റിയതാ. അത് പറഞ്ഞു ബോധ്യപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ അച്ഛന് വേണ്ടി കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. ഈ വയസ്സാങ്കാലത്ത് അച്ഛനെ ഞാൻ ജയിലിലേക്ക് വിടില്ല. ഉറപ്പ്. നടക്ക്. ആ, വിഷ്ണുവേ, അങ്ങനെ തനിച്ചു വിടാൻ പറ്റില്ല. ഞാൻ കൂടെ വരും. ഓർമ്മക്കുറവുള്ള ആളാ. ഞങ്ങള് തെളിയിച്ചോളാം. നടക്ക്. വാ. എടാ മോനെ വിഷ്ണു, അച്ഛാ, അച്ഛാ, മോനെ. അച്ഛാ. കൊണ്ടുവാ. നടക. മക്കളെ, ശാലിനി, അച്ഛൻ പേടിക്കണ്ട. എടാ മോനെ വിഷ്ണു, ഞാനില്ലേ അച്ഛൻ്റെ കൂടെ. എടാ മോനെ വിഷ്ണു, മോനെ അച്ഛാ, പേടിക്കണ്ട. മോളെ. അച്ഛാ, സാർ, അറസ്റ്റ് വേണ്ട. അതെ, ഇപ്പോഴാണ് ഈ രണ്ട് മോതിരങ്ങളും ഞാൻ കാണുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അറിഞ്ഞുകൊണ്ടെടുത്തതല്ല, മാറിപ്പോയതാണെന്ന്. ചുമ്മാ കൂടെ ചോദ്യം വേണ്ട. ഒരു മോതിരം വേണം. കാണാൻ നല്ല ഭംഗിയായിരിക്കണം. ഒരുപാട് വർക്കും വേണം. ശരി സാർ. ആ, കൊള്ളാം. ഇത് മതി. ഇത് എത്ര എണ്ണം നോക്കിക്കേ. 5 ഗ്രാം ഉണ്ട് സാർ. 5 ഗ്രാം. ആ, ഇത് മതി. ബില്ലായിക്കോ. പാക്ക് ചെയ്തോ. ഓക്കെ സാർ.